السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പെരിന്തൽമണ്ണ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഒരു മഹല്ല് സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഈ ഒരു സദസ്സിൽ നമ്മുടെ എല്ലാവരുടെയും വീടും കുടുംബവും ഇസ്ലാമികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ത്വൽഹത്ത് സ്വലാഹി ഇവിടെ സംസാരിച്ചത്. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ മനസ്സുകളിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അത് ഉൾക്കൊള്ളുവാനും നടപ്പിലാക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു കുടുംബ സംഘം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ ഏറ്റവും അവസാനമായി എനിക്ക് സംസാരിക്കുവാൻ അവസരം കിട്ടിയ ഒരു കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്കൊരു യാഥാർത്ഥ്യബോധത്തോടെ കടന്നു പോകാൻ പറ്റും. സാധാരണ പല ആളുകളും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സമയം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് പലരെയും നമുക്ക് സഹായിക്കാൻ പറ്റാറില്ല. പക്ഷെ കഴിഞ്ഞൊരു ദിവസം രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഒരു സഹോദരി വിളിച്ച് സംസാരിച്ചപ്പോൾ, അതിൻ്റെ മുന്നേ അവർക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രവർത്തകനും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിങ്ങനെ കേട്ടു നോക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ഭർത്താവുമായി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം മദ്യപാനിയാണ്, സാമ്പത്തികമായ ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയാണ്, ചെറുപ്പക്കാരനാണ്, വളരെ പ്രായമുള്ള ആളൊന്നാണ്. എനിക്ക് തോന്നുന്നത് ഒരു 34 വയസ്സ് 35 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്നു ഇവിടെ ഈ പള്ളിൻ്റെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അയാൾക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്രയും നല്ല യുവത്വവും കരുത്തുമുള്ള ശരീരം കൊണ്ട് തന്നെ അയാൾ നല്ലൊരു ആരോഗ്യവാനായ മനുഷ്യനാണ്. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ കരയാണ്. അപ്പം അദ്ദേഹത്തിന് കരയുന്നതിൽ തന്നെ ഒരു ലജ്ജയുണ്ട്. അപ്പം അദ്ദേഹം കരയുന്നില്ലെന്ന് കാണിക്കാൻ കണ്ണ് തുടക്കുകയും കണ്ണ് കൈകൊണ്ട് മറച്ചു വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അയാളുടെ സങ്കടങ്ങൾ അയാൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ കാണുമ്പോഴും അവർ കുപ്പായിട്ട് മൊബൈലൊക്കെ എടുത്ത് നടക്കണാണുമ്പോൾ എല്ലാവരും വളരെ ഉഷാറാണെന്നാണ് വിചാരിക്കുക. പക്ഷെ എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബ ജീവിതത്തിൻ്റെ സങ്കടങ്ങളാണ്, അതെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ സങ്കടങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മറ്റെന്ത് സങ്കടങ്ങളും നമുക്ക് ആരോട് പറയാം, പക്ഷെ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ എപ്പോഴും അത് നമ്മളിൽ മാത്രം പരിമിതമാണ്. കാരണം എല്ലാ സങ്കടങ്ങളും പറയേണ്ടവരോട് പോലും കുടുംബത്തിലെ സങ്കടങ്ങൾ പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് പലപ്പോഴും എൻ്റെ കുടുംബം വളരെ ഉഷാറായിട്ട് പോവുകയാണ്, കുടുംബജീവിതത്തിൽ ഞാൻ വിജയിച്ചവനാണ് എന്നൊക്കെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുന്നത്. പക്ഷെ അതൊക്കെ എപ്പോഴും അങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ സംരക്ഷിച്ചു പോരുന്ന ആ ഒരു അഭിമാനം ചിലപ്പോൾ പെട്ടെന്ന് പ്രശ്നമാകും. അവൻ്റെ ഭാര്യ അവൻ ഒഴിവാക്കി പോയി, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ തൊലാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നൊരു അടി കേൾക്കുന്നുണ്ട്, ബഹളം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലൊരു ആത്മഹത്യ നടന്നു, അല്ലെങ്കിൽ അവൻ്റെ മകൾ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ കേൾക്കും. നമ്മളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയാതെ നാട്ടുകാരറിയും, ചർച്ചയാവും.
അപ്പം എപ്പോഴും നമുക്ക് ഈ കുടുംബത്തിൻ്റെ സ്വകാര്യതകളും പ്രശ്നങ്ങളും ഇങ്ങനെ അടക്കി പിടിച്ച് പുറത്ത് ചിരിച്ച് സമാധാനമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റിക്കോളുന്നില്ല എന്നല്ല. പിന്നെ മുന്നിൽ കാറിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾ വിചാരിക്കുകയോ എന്തൊരു നല്ല സാമ്പത്തിയം, അവരെത്ര സമാധാന സന്തോഷത്തിലാണ് കാറിലിരുന്ന് ഒന്നിച്ച് പോണത് എന്നാണ്. പക്ഷെ അവരിപ്പോൾ ഈ പുറത്തിറങ്ങിയിരിക്കണ എന്തിനാ വെച്ചാൽ അവർക്ക് തമ്മിലൊന്ന് തല്ലാനും ബഹളമുണ്ടാക്കാനും വീട്ടിൽ പറ്റാത്തത് കൊണ്ട് കാറെടുത്ത് ഇറങ്ങിയതാണ്. അതല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ആ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ ഇറങ്ങിയതല്ല അവർ. പക്ഷെ അത് ആർക്കേ അറിയുള്ളൂ എന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്ക് അറിയുള്ളൂ. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ ഇങ്ങനെ ആളുകൾ അറിയാതെ ചിരിച്ച് മുഖം കഴുകി നമുക്കിങ്ങനെ നടക്കാൻ പറ്റില്ല എല്ലാ സമയത്തും. ഇതൊക്കെ പുറത്തു വരുന്നൊരു സമയമുണ്ടാകും. അപ്പം ഈ സുഹൃത്ത് എല്ലാ കഥകളും പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. എന്താണ് 1 കോടി കടം, വീട്ടിലുള്ള പ്രശ്നം, ഉമ്മാൻ്റെ പ്രശ്നം, ഭാര്യൻ്റെ പ്രശ്നം, മക്കളെ പ്രശ്നം, പാർട്ട്നേഴ്സിൻ്റെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നമാണ് പറയാനുള്ളത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ ഈ പ്രശ്നമൊക്കെ പാടപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് പരിഹരിച്ചു പോവുക. അപ്പം ഞാൻ വെച്ചാൽ അവർക്ക് ആദ്യം നമുക്ക് നമ്മുടെ വൈഫായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെത്ര മണിക്കൂർ വേണം? ഇന്നങ്ങളെ ബിസിനസ് എന്താന്ന് പറയുക, അതിൻ്റെ കടവും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പാടെ കേൾക്കണമെങ്കിൽ നേരെത്ര വേണം? അപ്പം അവസാനം ഇതൊക്കെ പാടെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ എന്താണ് ഈ പ്രശ്നം? അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കലുണ്ടോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്കരിച്ചിരുന്നു ഞാൻ, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ നിസ്കരിക്കലില്ല. പിന്നെ എല്ലാ വക്തൊന്നും നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ മൊത്തത്തിലാണ് നിസ്കരിക്കാതൊക്കെയാണെന്ന്. പലപ്പോഴും നിസ്കരിക്കുമ്പോൾ ഈ 5 തികയാത്തത് കൊണ്ട് ഇപ്പം ഞാൻ മൊത്തത്തിലാണ്. പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഞാൻ മദ്യപിക്കും, പക്ഷെ അങ്ങനെ സ്ഥിരം മദ്യപാനിയൊന്നുമല്ല. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ വല്ലാതെ ടെൻഷൻ കയറുമ്പോൾ അണ്ട് പോകും. അത് തന്നെയാണ് എന്താണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടി ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ എന്താ വെച്ചാൽ കൂട്ടുകാരെ കൂടെ മൂപ്പര് ഇടയ്ക്ക് ഒരു ടൂർ പോകും. ആ ടൂർ എന്താന്ന് വിചാരിച്ചാൽ മൂപ്പർക്ക് എന്താ വെച്ചാൽ സാധാരണഗതിയിൽ പിന്നെ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഒരാളുടെ സ്വകാര്യതകളും തെറ്റുകളൊന്നും അങ്ങനെ ചോദിച്ചറിയാൻ പറ്റില്ല. പറയണത് കേൾക്കുക എന്നുള്ളത് കഴിഞ്ഞ് നമുക്കൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ച് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്നും പരിഹരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അള്ളാഹ് പറഞ്ഞത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വണ്ടോ എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നു. ഒരു പ്രശ്നവും നമ്മളെ തഖ്വയും ഈമാനും അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും നമുക്കുണ്ടോ അതിൻ്റെ പരിഹാരം. അപ്പം അതില്ലാത്ത ഒരാളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നാട്ടുകാരെല്ലാവരും പാടെ ഒരുമിച്ചാലും എല്ലാവരും പാടെ മസ്ലഹത്തുണ്ടാക്കിയാലും എല്ലാ കൗൺസിലറും വരുമാടെ മാറി മാറി പരീക്ഷിച്ചാലും തീരാത്ത ഒന്നാണത്. കാരണം അള്ളൊരു കുരുത്തും ഒരു ബർക്കത്തും നമുക്ക് തരണം, അല്ലാതെ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് പിന്നെ നമ്മൾ പറയുന്നൊരു വാക്ക് മാത്രമല്ല, ഇത് അള്ളന്നെ ഖുർആനിൽ പറഞ്ഞൊരു വാക്കാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ബർക്കത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ അറിയോ, നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധം നേരാവണം. നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധം നേരാവാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ബർക്കത്തുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കിടെ ഈ പിന്നെ സത്യസന്ധത എന്ന് പറയുന്ന അധ്യായത്തിൽ റിയാദുസ്സാലിഹീനിൽ ബാബു സിദ്ദിഖിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാനത്തിൽ പറയുന്നുണ്ട് വഇൻ സ്വദ്ദഖ വബയ്യന. അവർ സത്യം പറയുകയും ആ കച്ചവടത്തിൽ അവർ നല്ല സുതാര്യത പുലർത്തുകയും ചെയ്താൽ അവർക്ക് ബർക്കത്ത് ഉണ്ടാവുന്നതാണ്. ആ കച്ചവടത്തിൽ എന്തെങ്കിലും തട്ടിപ്പോ പരിപാടികളോ സത്യസന്ധത ഇല്ലായ്മയോ ഉണ്ടെങ്കിൽ ആ ബർക്കത്ത് മുഴുവനും ഇല്ലാതാവുന്നതാണ്. അപ്പോ സത്യസന്ധത പാലിക്കാത്ത ഒരു കച്ചവടക്കാരൻ തകർന്ന് തരിപ്പണമായി കോടികൾ കടമായി ബുദ്ധിമുട്ടായി വന്നാൽ അതിപ്പോ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അവന് ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവനവന്റെ കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കണം, ആളുകളെ പറ്റിക്കാതിരിക്കണം, ആളുകളോട് സത്യസന്ധത കച്ചവടത്തിൽ പുലർത്തണം. അപ്പോഴേ അത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അയാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ പൈസ ഉണ്ടാവാൻ, അയാൾക്ക് ഈ 1 കോടിയോളം വരുന്ന കടം വീടാൻ എന്തൊക്കെ ബിസിനസ്സും പരിപാടിയും പറ്റും അതൊക്കെ മൂപ്പര് നടത്തി വെക്കണേ. അതിന്റെ ഹലാലോ അതിന്റെ ഹറാമൊന്നും നോക്കല്ല, കുറച്ച് പൈസ കയ്യിൽ വന്നാലേ ഇപ്പോ തൽക്കാലം ശരിയാവുള്ളൂ എന്നുള്ളതിന്റെ ഒരു ഉറപ്പിലാണുള്ളത്. അതിന് എന്തൊക്കെ പരിപാടി പറ്റൂ അതൊക്കെ എന്ത് ചെയ്യും? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ
യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഇതാരാണ്? ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വാക്കുകളാണ് ജനങ്ങളോട്. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ മുഴുവനും തെറ്റുകൾ വർദ്ധിച്ചു, എല്ലാ തോന്നിയാസവും വർദ്ധിച്ചു, ശിർക്ക് വർദ്ധിച്ചു, വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടായി. എല്ലാം വന്നപ്പോൾ അവരെ പ്രബോധനം ചെയ്യാൻ വന്ന നൂഹ് നബി അവരോട് പറഞ്ഞ എന്താണ് നിങ്ങളെ ജീവിതം നന്നാവണ്ടേ, നിങ്ങൾക്ക് ബർക്കത്ത് വേണ്ടേ, നിങ്ങൾക്ക് സ്വത്തുണ്ടാവണ്ടേ, നിങ്ങളെ മക്കള് നന്നാവണ്ടേ, നിങ്ങൾ ഈ തെറ്റിന്ന് മടങ്ങി എന്നാ പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തി. ഈ തെറ്റുകളിൽ നിങ്ങൾ തുടരല്ല, ഈ തെറ്റുകളുമായി മുന്നോട്ട് പോവല്ല. എന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ തരും. മഴ വന്നാൽ ഭൂമി നനയും, ഭൂമി നനഞ്ഞാൽ കൃഷികൾ ഉണ്ടാകും, വിഭവങ്ങൾ ഉണ്ടാകും, ജീവിതത്തിന് സമൃദ്ധിയാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? നന്നായി തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി. തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നതിന് റിസ്കുമായി ബന്ധമുണ്ട്, മക്കളുമായി ബന്ധമുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ബർക്കത്തുമായി ബന്ധമുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ആദ്യ പടി എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുക, നമ്മൾ സൂക്ഷ്മത പാലിക്കുക, നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കുക എന്നതും തെറ്റുകളിൽ നിന്ന് മടങ്ങുക, പാപങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നിട്ട് നമ്മൾ ജീവിക്കണം. അതല്ലാതെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എങ്ങനെ തന്നെ ഓടാൻ ശ്രമിച്ചാലും, ഞാനത് പറഞ്ഞപ്പോൾ ആ സുഹൃത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഇപ്പൊ അയാൾ ഇന്നിപ്പോ അയാൾ ഫ്ലൈറ്റ് കയറി, ഇന്നിപ്പോ അയാൾ ഗൾഫിക്ക് പോകുന്നതിന്റെ ഇന്നലെയാണ് അദ്ദേഹം വന്നത്. വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ഇന്ന് രാത്രി 8:30 മണിക്ക് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് കയറാൻ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പോണത്, എൻ്റെ കുട്ടികളി മക്കളെ കെട്ടുങ്ങാണ്ട് ഞാൻ ഗൾഫ് പോയിട്ട് ഇതൊക്കെ വീട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, അവിടെ പോയാലും ഇവിടെ ഓടുന്നതിൻ്റെ അധ്വാനിക്കുന്നതിൻ്റെ അതേ കഥ തന്നെ ആവും അവിടെ ഉണ്ടാവുക. 1 മണിക്കാ വന്ന് കിടന്നുറങ്ങുക, അതുവരെ അധ്വാനാണ്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, എത്ര ഓടിയാലും കിതക്ക് മാത്രമേ ചെയ്യുള്ളൂ. കിതപ്പ് മാറി ജീവിതത്തിൽ ഐശ്വര്യം വരണം എന്നുണ്ടെങ്കിൽ എന്തേ പരിഹാരമാർഗുള്ളൂ? ഒറ്റ പരിഹാരമാർഗുള്ളൂ, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹിൻ്റെ ബർക്കത്ത് കിട്ടുക. അത് മാത്രമേ പരിഹാരമാർഗുള്ളൂ എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കണക്കില്ലാതെ ഓടി അധ്വാനിച്ച് എടങ്ങേറായി, കിതച്ച് മണ്ടി എടങ്ങേറായി ഒരു കാര്യമില്ല. നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം നന്നായാലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായി ഇടപെടൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിപ്പോൾ അതൊന്നല്ല ചിന്തിക്കണം, എന്താണ് പ്രശ്നം, എന്താണ് അതിൻ്റെ മനഃശാസ്ത്ര വശം, എന്താണ് അതിൻ്റെ മറ്റു വശം എന്നൊക്കെ പരിശോധിച്ചിട്ട് കാര്യമില്ല. ആദ്യം പരിശോധിക്കേണ്ടത് നമ്മളിത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണ്. അത് തീർത്തും വന്നാലേ ബാക്കിയോണ്ട് കാര്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏറ്റവും വലിയ തെറ്റാണെന്ത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ശിർക്കാണ്. ഈ സമൂഹത്തിൽ ശിർക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തൗഹീദ് മനസ്സിലായവർ മാത്രമേ ഉള്ളൂ. തൗഹീദ് മനസ്സിലാകാത്തവരിലൊക്കെ ശിർക്കുണ്ട്, യാതൊരു സംശയവും വേണ്ട. തൗഹീദ് മനസ്സിലാകാത്തവർ എങ്ങനെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാം? തൗഹീദ് മനസ്സിലാവാത്ത മുഴുവൻ, ഏത് മതസ്ഥനാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഇനി മുസ്ലിം നാമധാരിയാവട്ടെ, തൗഹീദ് ഫഅലം, നീ പഠിച്ചു മനസ്സിലാക്കണം. തൗഹീദ് അറിയാത്തവരിലൊക്കെ എന്തുണ്ട്? ശിർക്കുണ്ട്. നമ്മൾ ഈ ശിർക്കിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റൂല, ഒരു സമൂഹത്തിന് രക്ഷപ്പെടാൻ പറ്റൂല. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. കുടുംബജീവിതത്തെ കുറിച്ച്, കുടുംബജീവിതത്തിന്റെ സൈക്കോളജിയും അതിന്റെ മനഃശാസ്ത്രവും ഭർത്താവിന്റെ പെരുമാറ്റങ്ങളും ഭാര്യന്റെ പെരുമാറ്റങ്ങളും കൊണ്ട് മാത്രം നന്നാക്കി എടുക്കാൻ പറ്റിയതല്ലത്. അതിന്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ തഖ്വ വേണം, അള്ളാഹിന്റെ ബർക്കത്ത് വേണം. രണ്ടാമത്തത് വിശ്വാസം ശരിയാവണം, ഈമാൻ ശരിയാവണം. ഇത് വെറുതെ പറയണതല്ല. എത്രയോ യാഥാസ്ഥിക കുടുംബങ്ങളിൽ ശിർക്കിൽ കിടക്കുന്ന ആളുകൾ തൗഹീദക്ക് വരുന്നുണ്ട്. അപ്പൊ തൗഹീദക്ക് വരുമ്പോൾ അവിടെ എന്താ പറയണത്? തൗഹീദക്ക് വരുമ്പോൾ അവർ പണം തരും, ഞങ്ങളെ ഭാര്യ ഭർത്തൃ ബന്ധവും കുടുംബജീവിതവും നന്നായി. അതെങ്ങനെ നന്നായത്? തൗഹീദക്ക് വന്നപ്പോ എങ്ങനെ നന്നായത്? തൗഹീദക്ക് വരുമ്പോ എങ്ങനെ നന്നാവുക വെച്ചാൽ, തൗഹീദ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാ നന്മകളുടെയും അടിത്തറയാണ്. അതിന്നേ എല്ലാ നന്മകളും വരുള്ളൂ, അതിന്നേ എല്ലാം നമുക്ക് രക്ഷപ്പെട്ടു വരാൻ പറ്റും. അപ്പൊ ശിർക്കിന്റെ അംശങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. അപ്പൊ ശിർക്ക് വരും. ശിർക്ക് എന്തുകൊണ്ട് വരുന്ന നിങ്ങള്, നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ശിർക്ക് വരും. അതൊന്നും ഞാൻ വെറുതെ പറഞ്ഞ കാര്യമില്ല.
നമ്മൾ പലപ്പോഴും പല ആളുകളും നമ്മളെ വിളിക്കുമ്പോൾ ജീവിത പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? നാട്ടിലുള്ള ശിർക്കിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ്. തലക്കുമേൽ മേൽക്കുമേൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആലോചിക്കുകയാണ്, ഇതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം? അത് നമ്മളെല്ലാവരും ആലോചിക്കും. ഒരിക്കലും താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ മേലെ വരുമ്പോൾ പടച്ചോനെ എന്താ ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ എന്താ അന്വേഷിക്കാറ്? നിങ്ങൾ എന്താ കാരണം അന്വേഷിക്കാറ്? കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് വേഗം ആ കാരണം പോവുക എവിടുക്കാന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങൾക്കാണ് കാര്യങ്ങൾ പോവുക. കാരണം എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം ഒന്ന് ചോദിച്ചറിയണം എന്നാണ്. എന്താണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ കാരണം? വീട്ടിൽ മരണം നടക്കുന്നു, പരീക്ഷണങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു എന്നാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ട് സുഹൃത്തുക്കളെ. ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മളൊക്കെ ജീവിതത്തിൽ വിചാരിക്കുക എന്താ വെച്ചാൽ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു തടസ്സം വരില്ല, എൻ്റെ മക്കൾക്കൊരു കുഴപ്പം വരൂല, എനിക്കൊരു സാമ്പത്തിക പരീക്ഷണം വരൂല, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല. കാരണം അള്ളാഹു ഓർപ്പിച്ചു വരില്ല, നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. അപ്പൊ ഈ അന്ധവിശ്വാസികളും ശിർക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കണം, എന്തേ വരാൻ, എന്തിപ്പോ എനിക്ക് ക്യാൻസർ വരാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തേ ബുദ്ധിമുട്ട് വരാൻ, എന്തിപ്പോ എൻ്റെ മക്കൾക്ക് പ്രശ്നം വരാൻ എന്ന് ചോദിക്കണം. ആ ഓരോ കൊള്ളരുതായ്മ കൊണ്ടാണ്. ആ ഒന്നല്ല സുഹൃത്തുക്കൾ, അത് അള്ള പറഞ്ഞതാണ്. നമ്മളെ അള്ള പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരാളെയും പഠിച്ചോ വിടൂല. എന്താ വിടാതിരിക്കാൻ കാരണം? പ്രവാചകന്മാരെ വിട്ടിട്ടില്ല, പിന്നെ നമ്മളെ വിടും? പ്രവാചകന്മാരെ വിട്ടിട്ടില്ല. കടുത്ത പരീക്ഷണങ്ങൾ ലോകത്ത് അനുഭവിച്ചവർ പ്രവാചകന്മാരാണ്. ഇപ്പം നല്ല ആളായി ജീവിക്കാത്തത് കൊണ്ടാണ് പരീക്ഷണം വരുന്നത്. ഏറ്റവും വലിയ രോഗത്തിന് ഉദാഹരണം പറയാം നമ്മൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെയാണ്. ഏറ്റവും വലിയ രോഗ പരീക്ഷണത്തിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെയാണ്. ഒരു നാട്ടിൽ നിന്നൊരു മനുഷ്യൻ ഏൽക്കേണ്ടി വരുന്ന നാട്ടുകാരുടെ ഏറ്റവും വലിയ ഉപദ്രവത്തിന് ഉദാഹരണം പറയാരെയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. എന്താന്ന് ആലോചിച്ചോക്കാണ് നിങ്ങള്. ആ ഇബ്രാഹിം നബിനെ കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പിന്നെ ആ തീക്കുണ്ടാരത്തെ കുറിച്ച് പറയണത് വായിച്ചു കൊണ്ടു. എത്ര ഭയങ്കരാണ്! ഒരു മനുഷ്യനെ കത്തിക്കാൻ അത്ര വേണം, ഒരു മനുഷ്യനെ കത്തിക്കാൻ അത്ര വേണം സുഹൃത്തുക്കളെ. ലോകത്തിൽ നേർച്ച കൊടുത്തിരുന്നതാണ്. ഇബ്രാഹിമിനെ കരിക്കാനുള്ള തീക്ക് നേർച്ച എന്ന് പറഞ്ഞ് വിറക് നേർച്ച നാട്ടിൽ. അങ്ങനെ നാട്ടിൽ മുഴുവനും വിറക് ശേഖരിച്ചുണ്ടാക്കിയ തീക്കുണ്ടത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ടത്. ആരാണത്? ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞാൽ വരൂലാന്ന് ഇങ്ങനെ പറയാം സുഹൃത്തുക്കളെ, നമ്മൾ വരൂല പറയാം. ഏറ്റവും വലിയ കുടുംബ പരീക്ഷണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന് വന്നത്. ഒരു തൊട്ടിയിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ തീർന്നാനെന്തരെ കിണറില്ല, ഒന്നുമില്ല, തുള്ളി വെള്ളം കിട്ടാൻ ഒരു സോഴ്സും ഇല്ലാത്ത നാട്ടിൽ പിഞ്ചു പൈതൽ കാലിട്ടടിച്ച് കരയുമ്പോൾ ഒരു തുള്ളി വെള്ളമല്ല. നമ്മളാരെങ്കിലും കുടുംബത്തിന് ഇപ്പൊ അങ്ങനെ പരീക്ഷ ഉണ്ട്, ഭക്ഷണം കിട്ടാതെക്കാന്നൊക്കെ ഉള്ള ഉണ്ടാവുക, ഒരു തുള്ളി വെള്ളമല്ല. അതുകൊണ്ടാണ് നമ്മൾ സഫാ മറവയിൽ ഓടുന്നത്. സഫാ മറവയിൽ ഓടുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? പിഞ്ചു പൈതൽ കാലിട്ടടിച്ച് കരയുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാത്തൊരു ഉമ്മയുടെ വേദന. ആരാ ഉമ്മ അറിയും? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബാണത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്. ചരിത്രത്തിൽ നിങ്ങൾ ആലോചിക്കണം. എന്താണ് ഇത്? നാട്ടുകാർ ഏത് നിമിഷവും എന്നെ കൊല്ലും എന്നായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും കൊല്ലാം, എപ്പോഴും കൊല്ലപ്പെടാന്ന്. എത്ര വധശ്രമങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നടന്നത്. നമ്മളാരെങ്കിലും എങ്കിലും അങ്ങനെ വല്ലതും നമ്മളെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നടക്കുക അങ്ങാടി കൂടി. ഏത് സമയത്തും സൗർ ഗുഹയിൽ കിടക്കുന്ന നിമിഷം ഓരോ സമയത്തും കൊല്ലാൻ വേണ്ടി ഇനാം വാങ്ങാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടി വാളെടുത്ത് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് സൗർ ഗുഹയിൽ കിടക്കുന്നത്. 3 പ്രാവശ്യം ജൂതന്മാർ വിഷം കൊടുത്തിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, വിഷം കൊടുത്തിട്ടുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. എത്ര ശ്രമങ്ങളാണ്. നേരെ മദീനയിലേക്ക് പോണ സമയത്ത് ഒളിച്ച് എല്ലാവരെയും കാണാതെ പ്രത്യേക വഴിയിലൂടെ പോണ സമയത്ത് പിന്നാലെ വന്നില്ലേ, വാള് തലയിൽ പിന്നെ ഉയർത്തി പിടിച്ചില്ലേ. അള്ളാഹു രക്ഷപ്പെടുത്തിയതുകൊണ്ടാണ് ആ വധശ്രമത്തിൽ രക്ഷപ്പെട്ടത്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി ജീവിച്ച്. പിന്നെ നമ്മക്കൊക്കെ വരൂലെന്ന് എന്താണ്? എല്ലാവർക്കും വരും. കുടുംബത്തിൽ വരും പരീക്ഷണം, വ്യക്തി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, വലിയ വലിയ മാരകമായ രോഗങ്ങൾ വരും. ഇതൊക്കെ അള്ളാഹ് നമ്മോട് പറഞ്ഞതാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ വരും സഹോദരങ്ങളെ,
തീഷ്ണമായ അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്താ പറയാ, പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? അതിന് ഏതെങ്കിലും ഉസ്താദ്മാരത്ത് പോയി വെക്കുക, ഏതെങ്കിലും നമ്പൂരിമാരത്ത് പോയി വെക്കുക, എവിടെയെങ്കിലും മഷിട്ട് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? എന്താ ഇത് വരാൻ കാരണം? ഇതാരാ പോണത് സുഹൃത്തുക്കളെ? അങ്ങനത്തെ മനസ്സ് നിലനിൽക്കുന്നവർക്ക് ഇഹലോകത്തും രക്ഷയില്ല, പരലോകത്തും രക്ഷയില്ല. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ തോന്നാനേ പാടില്ല. ഇനി ചില ആൾക്കാർ ഈ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കും. അപ്പൊ ഞാൻ ഓരോടൊന്നും ചോദിക്കും, ഇങ്ങക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വന്ന് എന്താ നിങ്ങൾ വിചാരിച്ചു? അപ്പോൾ പറയും, ഷെയ്ത്താൻ ആരോ ഞങ്ങൾക്ക് പിശാചിനെ അയച്ചതാണ്, ആരോ ഞങ്ങൾക്ക് സിഹർ ചെയ്തതാണ്, ആരോ ഞങ്ങളെ കുടുംബത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്ന് പറയും. എന്താ തെളിവ് നോക്കാം? എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഷെയ്ത്താൻ അയച്ചത്? അപ്പൊ ഞങ്ങൾ പോയി നോക്കുന്നവർ ഞങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാണ്, തൗഹീദിന്റെ ആൾക്കാരാണ്. ഈ പോയി നോക്കണം. നീ പോയി നോക്കി ഷെയ്ത്താനാന്ന് ഉറപ്പായ എന്താ പരിഹാര മാർഗം? ഷെയ്ത്താനല്ലാതെ ഷെയ്ത്താനാന്ന് ഒരുത്തം വിചാരിച്ചാൽ ഒരു മരണം വരെ അതിന് രക്ഷയില്ല. അതന്നെ പ്രശ്നം. കാരണം ഷെയ്ത്താനാന്ന് വിചാരിച്ച ചികിത്സയ്ക്കേ പോവുള്ളൂ. വേറെന്തെങ്കിലും ചികിത്സ നോക്കണ്ടേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതൊക്കെ പിശാച് എന്ന് പറയണത് എന്തുകൊണ്ടാ അറിയങ്ങള്? കാണാത്ത കാരണങ്ങൾ എനിക്ക് വരാൻ പാടില്ലല്ലോ. ഭൗതികമായ ഒരു കാരണം കൊണ്ടും എനിക്ക് വരാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭൗതികമായ ഒരു കാരണം കൊണ്ടും എനിക്ക് അസുഖം വരാൻ പാടില്ല. ഭൗതികമായ ഒരു കാരണം കൊണ്ടും ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഭൗതികമായ ഒരു കാരണം കൊണ്ടും എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ നമ്മളതിന് വേറൊരു കാരണം കണ്ടെത്താണ്. വേറെ അതൊക്കെ ഭൗതികം തന്നെയാണ്. ഭൗതികമായ ഒരു കാരണം അല്ലാന്നില്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം. എന്നിട്ട് ഷെയ്ത്താനാന്ന് പറയാം. അതിനുള്ള വഴികൾ സ്വീകരിക്കുക. എന്ത് കാട്ടിയാലും ഷെയ്ത്താന്റെ ഒരു പരിഹാരം ഉണ്ടായി തോന്നുമ്പോഴല്ലേ അവർക്കിത് മാറി തോന്നുള്ളൂ. അല്ലെങ്കിൽ മാറും. ചിലപ്പോൾ ഒരു മരുന്ന് കുടിക്കേണ്ട കാര്യക്കാരം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംസാരം കൊണ്ട് പരിഹരിക്കും. ചിലപ്പോൾ ഒരു സ്വഭാവ ദൂഷ്യത്തിന്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ അയാളുടെ തന്നെ ഒരു അശ്രദ്ധയായിരിക്കും. അയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് തുറഞ്ഞതാവും. അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു പരിഹാരത്തിന് ഇങ്ങനത്തെ അല്ലാത്തൊരു പരിഹാരമുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെയൊക്കെ വരുന്ന് പ്രതീക്ഷിക്കാം. വരണം എന്നല്ലേ പറഞ്ഞത്, വരുന്ന് പ്രതീക്ഷിക്കാം. നമ്മളൊക്കെ ഈ പോണ പോക്കും ഈ നടക്കുന്ന നടത്തം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണം. കാരണം തരും പല രോഗികളെയും പല ആൾക്കാരെയും സന്ദർശിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുക, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. നമ്മളൊക്കെ വിചാരിക്കാത്ത സംഭവിക്കുക. ഇപ്പൊ ഇന്നലെ നമ്മൾ നിസ്കരിച്ചത് എന്നെക്കാളും പ്രായം കുറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി അള്ളാഹുദ്ദീന്റെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ജനാസക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചതാണ്, മനസ്സിലായി, നമ്മളെക്കാളും പ്രായം കുറവാണ് അദ്ദേഹത്തിന്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സമയം അല്ല നിശ്ചയിക്കും. ആ സമയത്ത് പോകും നമ്മൾ ആരെങ്കിലും വിചാരിക്കും. നമ്മളെ മക്കളെയും നമ്മളെ പേരെ കുട്ടികളെയും ഒക്കെ കല്യാണത്തിനും അവരുടെ വിവാഹങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ നമ്മൾ വിചാരിക്കാതെ ഒരു നിമിഷം ആകസ്മികമായി രോഗങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, നമ്മളെ തിരിച്ചു വിളിക്കും. നമ്മുടെ എല്ലാ കണക്കുകളും തെറ്റും. നമുക്കൊന്നിനും ചെയ്യാൻ പറ്റില്ല. നല്ല ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥകൾ സംഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ വന്നാലും നമ്മൾ വിശ്വാസത്തിൽ പ്രശ്നം വരരുത്, ഒരിക്കലും പ്രശ്നം വരരുത്. നമ്മളത് ഗൗരവമായി ശ്രദ്ധിക്കണം. ഞാൻ കയ്യുമൊരു നൂല് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഏലസ് കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു തകിട് കാണുമ്പോൾ ആലോചിക്കും, പടച്ചോനെ ഈ വിശ്വാസത്തിന് അല്ല നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ. അത് ചെറിയ വിശ്വാസം. കാരണം ആ വിശ്വസിക്കുന്നവന്റെ പ്രതിസന്ധിയും അവന്റെ ടെൻഷനും അവന്റെ ആശങ്കയും കണക്ക് കൂട്ടാൻ പറ്റാത്ത കാര്യമാണ്. ഓരോ ദിവസം നേരം വിളിക്കുമ്പോൾ ഞെട്ടിട്ടാണ് നീക്കണേ. ഇന്നെന്ത് കുരുത്തക്കട വരിക, ഇന്ന് എന്ത് കണി കണ്ടാണ് ഉണരുക എന്ന് ആലോചിച്ചിട്ടാണ്. ആ അന്ധവിശ്വാസികളൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരിക്കാം. വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരുന്നാൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട്. പേടില്ലാതെ ഇവിടെ ജീവിക്കുന്നത് തൗഹീദുള്ളവർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ പേടി ഓലപ്പം പത്തിന് തിരുന്നാൽ അറിയാൻ പറ്റും. ആ പേടിന്റെ ഊക്ക്. കാരണം എവിടുന്നൊക്കെയാണ് ഷെറ് വരാൻ, നമുക്ക് എവിടുന്ന് വരാനല്ലോ. ഖൈറു ഷെറു അള്ളാഹിന്റെ പക്കുന്ന ഒറ്റ സ്ഥലത്ത് മാത്രം ആലോചിച്ചാൽ മതി. അള്ളാഹ്ക്ക് ചെയ്യേണ്ടത് ചെയ്താൽ സമാധാനമായിട്ട് ഇരിക്കുക, ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് എവിടെയൊക്കെ ചെയ്യാണ്ട് എവിടെയൊക്കെ കൊടുക്കാണ്ട് സുഹൃത്തുക്കളെ. എന്തൊക്കെ കാവൽക്കാരുണ്ട്, ഏതൊക്കെ പിശാചുക്കൾക്ക് ദാനം കൊടുക്കണം, ബലി കൊടുക്കണം, കോഴി കൊടുക്കണം, ഒക്കെ കഴിഞ്ഞാലും സമാധാനക്കേട് ബാക്കി അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും പേടിക്കാണ്ടോ, എന്തെങ്കിലും ബേജാറാകാണ്ടോ, എന്തെങ്കിലും ചിന്തിക്കാണ്ടോ, ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ, ഇങ്ങനെ എന്തെങ്കിലും ആലോചിക്കാണ്ട് നമുക്ക് ഒന്നും ആലോചിക്കാനില്ല. അത് ആലോചിക്കാനില്ലാത്ത എന്തുകൊണ്ടാണ്? അള്ളാഹുൽ തവക്കുലാക്കുന്നത് കൊണ്ടാണ്. ആരല്ലാഹുൽ തവക്കുലാക്കോ അവനൊന്നും പേടിക്കാല്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ എവിടെയെങ്കിലും തകരാറ് വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? ഈ പരീക്ഷണങ്ങളും ഈ ബുദ്ധിമുട്ടുകളെ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം സുഹൃത്തുക്കളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അറിയേണ്ട നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് പോകേണ്ടത്.
അറിഞ്ഞിട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു അമ്മായിമാന്റെ എടങ്ങേറുകൊണ്ട് ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന 2 മരുക്കളാണ് ആകളുടെ. രണ്ടാളും സൈക്കാട്രിക്ക് മരുന്ന് കഴിക്കണം. അമ്മായിമാന്റെ എടങ്ങേറുകൊണ്ടായി മരുന്ന് കഴിക്കണം, അല്ല ഹൈടെക് അസുഖം ഉണ്ടായിട്ടല്ല, മനസ്സിലായി, മരുന്ന് കഴിക്കണം. അപ്പോ പിന്നെ ഈ മരുന്ന് കഴിക്കണ ഈ സഹോദരിയോട് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് ചിലപ്പോൾ ഇപ്പോ ഈ അമ്മായിമ്മ എന്നെങ്കിലും മാറും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ചോദിച്ചു. മാറൂലെന്ന് ഉറപ്പാണ്. ഞാൻ മാറൂലെന്ന് ഉറപ്പാണെങ്കിൽ ഈ അമ്മായിമ്മ പറയണേനും കാട്ടണേനും ഒക്കെ നിങ്ങൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണത്? എന്തിനെങ്കിലും ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ചാൽ ഈ ആ സഹോദരി ഒന്നിങ്ങനെ ചിരിച്ചിരുന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞപ്പോ അതന്നെയാണല്ലോ, അമ്മായിമ്മ കാടണ അവിടെ ചെയ്യണം, അവിടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി, നമ്മളിപ്പോ എന്തിനാ അതിന് ഇടങ്ങേറാവണു എന്ന്. ഇതിപ്പോ ചിന്തിക്കണമെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ആലോചിക്കുക നിങ്ങൾ. അങ്ങനത്തെ ചില വർത്താനങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതോടുകൂടെ ചിലപ്പോൾ എല്ലാവരും ആ പ്രശ്നം മൊത്തത്തിൽ എന്ത് ചെയ്യും, തീരും. അങ്ങനത്തെ ചില ഉപദേശങ്ങളും കാര്യങ്ങളും വേണ്ടി വരും. ഞാൻ ദീർഘിച്ച് പറയാനല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ കൂടി പറയണം വിചാരിച്ചു. ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയാനുള്ള എന്താ വെച്ചാൽ കാലത്തിന് വന്നൊരു മാറ്റം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളിപ്പോഴും ആ പഴയ മനസ്സിൽ അങ്ങനെ പോവുകയാണ്. അത് ഈ മാറ്റം ഉണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് എല്ലാവരും മാറിക്കൊണ്ട് ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വലിയ ഇടങ്ങേറുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നവരും പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം നിങ്ങൾ നിരീക്ഷിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ 10, 13, 14, 15 വയസ്സായ പെൺകുട്ടികളുണ്ട് നിങ്ങൾക്കൊക്കെ. നിങ്ങൾ ആ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുന്നത്. നമ്മൾ പഴയ കാലത്തെ ചിന്താഗതികളോ വിചാരങ്ങളോ ഒന്നുമല്ല അവർക്കുള്ള കാര്യം. അവരുടെ മനസ്സുകളൊക്കെ ആകെ മാറി, സങ്കല്പങ്ങളാകെ മാറിയെന്നാണ്. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്തെങ്കിലും മൊത്തത്തിൽ ഞാൻ പെൺകുട്ടികളെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും എന്താ വെച്ചാൽ ഒരു റിസ്ക് കൊടുക്കാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ജീവിക്കണം എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. മനസ്സിലായി? അതിന് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ അതിനാണ് ഒരു പരിശ്രമിക്കണം, ഒരു അധ്വാനമല്ല. ഞാൻ പറഞ്ഞ ആ ഒരു മനസ്സ് എവിടെ എത്തിക്കുന്നത് എത്രമാത്രം എന്ന് വെച്ചാൽ ഉമ്മപ്പ അസുഖമായിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇടങ്ങേറായി കിടക്കുകയാണെങ്കിലും എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം വേണം ഉമ്മാന്നോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നോ അപ്പുറത്ത് പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് തോന്നൂല. അതാണ് പുതിയ കാലം എന്ന് പറയുന്നത്. പഴയ കാലം അങ്ങനെയല്ലല്ലോ സുഹൃത്തുക്കളെ. പഴയ കാലം അങ്ങനെയാണോ? വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും പണിയെടുത്തിരുന്നത് മക്കളാണ് പണ്ടത്തെ കാലത്ത്. വാപ്പിമ്മയൊക്കെ വേണമെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഓല് നാട്ടിലെ കാരണന്മാരും യജമാനന്മാരായിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കും. ഈ മരുക്കളും മക്കളുമാണ് പഴയ കാലത്ത് പണിയെടുത്തിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ പറയുക, നമ്മൾക്ക് വയസ്സായി നമ്മൾ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മളെ മക്കൾക്കുള്ള കാര്യം ചെയ്തു കൊടുക്കേണ്ടി വരും. കാലത്തിന്റെ മാറ്റം ഇപ്പം എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ മക്കളും മാറി എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മാനസിക മാറ്റം കൊണ്ട് എന്തായാലും കെട്ടിച്ചോടത്ത് 2 ദിവസം തയ്ച്ച് നിൽക്കൂല, കിടപ്പ് പോരും. ഉമ്മ അവിടുത്തെ മാരില്ല, അവിടെ ശരിയാവില്ല കേട്ടോ. അപ്പൊ ഞമ്മക്കിപ്പോ ഇതിങ്ങനെ പറഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്, അത് കല്യാണം കഴിച്ച വീട്, അതൊക്കെ നമ്മൾ അന്ന് ഒരു ദിവസം ക്ലാസ് എടുത്ത് കൊടുത്താലേ ഒക്കെ ശരി തന്നെ. കാരണം ഭർത്താവില്ലാതെ ജീവിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു PSC ചെയ്തൊരു ജോലി ഇട്ടും ഞാൻ അങ്ങനെയാണ് ജീവിച്ച് പോയിക്കോളാ പറയും. അതൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കണമെങ്കിൽ അത് 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ടൊന്നും നടക്കണ കാര്യമില്ല. അത് എങ്ങനെ കുട്ടികൾക്ക് ഉണ്ടായി? കാരണം വെച്ചാൽ നമ്മളങ്ങനെ ജീവിപ്പിച്ച കുട്ടികളെ, നമ്മളങ്ങനെയാണ് കുട്ടികളെ ജീവിപ്പിച്ചത്. അവർക്ക് എന്താഗ്രഹമുണ്ടോ അത് അങ്ങനെ തന്നെ. ഒരു പ്രശ്നം മക്കളോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കൾ ഇന്നില്ല. നിസ്കരിച്ചോ എന്ന് പോലും ചോദിക്കാനില്ല, അല്ലെങ്കിൽ അവരുടെ തട്ടമൊന്ന് നേരെ ഇടുന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും അപ്പൊ എന്താ, ഓരോരോ സൗകര്യം പോലെ ജീവിക്കും, അവരെ ഇഷ്ടം പോലെ ജീവിക്കും, അതിനനുവദിച്ച് കൊടുക്കുന്നവരാണ് നല്ലത്. അപ്പൊ നമ്മളെക്കാളും ഇഷ്ടം കുട്ടിയെക്കാരല്ല, വല്യമ്മാനും വല്യപ്പാനെയാണ്. എന്താ കാരണം? നമ്മളെക്കാളും ഇഷ്ടം എന്താ ഓരോണ്ടാകാൻ? ഒരു നിലക്കും ഇടപെടില്ല. നമ്മൾ ചിലപ്പോൾ വല്ലാതെ മക്കളല്ലേ, വല്ലാതെ ഇടങ്ങാറാവുമ്പോൾ എന്താ വെച്ചാൽ നിസ്കരിച്ചു വാ നിലപ്പോൾ കുറച്ച് കർശനമായിട്ട് പറയും. വല്യപ്പി അതും പറയില്ല. അപ്പൊ എന്താ വെച്ചാൽ ആരാണോ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അവരെയാണ് അവർക്ക് ഇഷ്ടം. ഈ പോക്കെന്താരെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. ഒരു ജോലിക്ക് നിൽക്കാൻ പറ്റൂല. ഒരു ജോലിക്ക് ചേർന്നാൽ 2 ദിവസം മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരൊക്കെ ഒരു പണിക്ക് വെച്ചുകൊണ്ടെങ്കിൽ ഒരു പണിയെടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ മണിപ്പൂരിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. കാരണം നമ്മളെ ചെറുപ്പക്കാർക്ക് എന്താ വെച്ചാൽ നിന്നിട്ട് ഒരു 1/2 മണിക്കൂർ അധ്വാനിക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ ഇത് ശരിയാവില്ല.
കാരണം പുതിയ തലമുറയെക്കുറിച്ച് നിങ്ങൾ നല്ലോണം പഠിക്കണം. ആ പുതിയ തലമുറക്ക് നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് നമ്മൾ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവർക്കൊന്നും നിലനിൽക്കാൻ പറ്റൂല, ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂല, ഒരു ജോലിയിൽ നിൽക്കാൻ പറ്റൂല. ഞാൻ വെറുതെ പറയല്ല, അത് വന്ന് ഇരുന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ, ഒരു ലോഡ്ജൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു കോണിക്കൂടുണ്ട്, അതിൻ്റെ ചുവട്ടിലുണ്ട് 5-6 ആൾക്കാർ കസേരട്ടിരിക്കണം. അപ്പോൾ എന്താ പറയുക, 5-6 ആൾക്കാർ കസേരട്ട് മൊബൈൽ നോക്കിയിരിക്കണം. ശമ്പളം വാങ്ങുന്ന ആൾക്കാർ ഒഴിഞ്ഞു പോയിരുന്നങ്ങാട്ട്. ഞാൻ പറയണേ, വൈകുന്നേരം ശമ്പളം കൊടുക്കുന്ന ആൾക്കാരാണ്, പൈസ വാങ്ങുന്ന ആൾക്കാരാണ്. ഓലിങ്ങനെ തൽക്കാലം ആ മാനേജർ കാണാതെ ആ കോണിക്കൂടിൻ്റെ ചുവട്ടിൽ ഇരുന്നങ്ങാട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുകയാണ്. ഓരോ പണി സ്ഥലത്ത് നിന്ന് വന്നിട്ട് എപ്പോഴെങ്കിലും ആ മാനേജർ തല കണ്ടാൽ ഓല് നീച്ച് ഓടും, ഓലെ പണിക്ക് പോകും. ഞാൻ പറഞ്ഞാൽ പുതിയൊരു തലമുറ വളർന്നു വരുന്നതിൻ്റെ പുതിയ ചിത്രമാണ് ഈ കാണുന്നത്. കുറച്ച് നമ്മളൊന്ന് മനസ്സ് വെച്ച് ചിന്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അപകടങ്ങൾ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ അടുത്ത കാലത്തൊരു സിനിമ ഇറങ്ങി. ആ സിനിമയിലെ ഒരു പ്രമേയം ഇപ്പോൾ നാടൊട്ടുക്കും ചർച്ചയാണ്. അതിലെന്താ ഉള്ള പ്രമേയം എന്നറിയാം, ഈ പെണ്ണുങ്ങളൊക്കെ കേൾക്കണം. അതിലെന്താ പ്രമേയം എന്നറിയാം. പ്രമേയം എന്ന് പറഞ്ഞാൽ ഈ മരുമകൾ വിവാഹ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളാണ്. അതിപ്പോൾ ഒരു സിനിമയൊക്കെ എങ്ങനെ ഉണ്ടാവുക? മരുമകൾ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ. അവർ വീട്ടുകാരൊക്കെ ഒന്നിച്ച് നിൽക്കുക, അവൾ ഒറ്റപ്പെടുക, അവൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക, അവൾ ഇടങ്ങേറാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്ന മരുമക്കൾ അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ ഏറ്റവും ബീഭത്സമായ രംഗം അതിലാണ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ സിനിമ ഉണ്ടാക്കിയ ആളെന്താ പറയുക, നിങ്ങൾ ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാരത്ത് ഡൈവേഴ്സ് വാങ്ങി പോണെന്നാണ്. അപ്പൊ ഒരു 10 ആൾ ഡൈവേഴ്സ് ആവുകയാണെങ്കിൽ ഇന്റെ സിനിമ വിജയിച്ചു എന്നാണ് സിനിമ ഉണ്ടാക്കിയാണ് പറയുന്നത്. 10 മരുമക്കളെ ഭർത്താക്കന്മാരത്തിന് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുകയാണെങ്കിൽ എൻ്റെ സിനിമ വിജയിച്ചു എന്നാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, മരുമക്കൾക്ക് മുഴുവനും ഭർത്തൃ വീടുകളിൽ പീഡനമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വിവാഹം വേണ്ട, ഭർത്താവ് വേണ്ട എന്ന ഒരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സും പ്രസംഗമൊക്കെ നടത്തി എത്ര ആളെ കേൾക്കുക. ഈ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കാണുന്നത് ലക്ഷങ്ങളും ആളുകളാണ് കാണുന്നത്. അപ്പൊ എന്താ ഉണ്ടാവേണ്ട, കുറഞ്ഞൊരു മാറ്റം ഉണ്ടാവണം. എന്ത്, പഴയ മരുമക്കളെ പോലെ നമ്മളെ മരുമക്കളോട് പെരുമാറിയാൽ നമ്മളെ മക്കൾ ഭാര്യ ഇല്ലാതെ കഴിയേണ്ടി ജീവിതകാലം. ചെറിയൊരു മാറ്റമൊക്കെ ഉമ്മാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ റേഡിയോയിലൊക്കെ മരുമക്കളെ പീഡനങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതി ഒന്നായിട്ട് അയക്കണം. ഞാൻ ആ അയക്കണതൊക്കെ കേട്ട ഞമ്മക്ക് തന്നെ എന്താ പറയാൻ തോന്നാറ്, ഇങ്ങനെയൊക്കെ ഇടങ്ങേറായി നിങ്ങൾ എന്തിനാ നിൽക്കണമെന്നാണ് ഞമ്മക്ക്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മറുപടി, നമ്മളത് പറയലില്ല. നമ്മൾ നിൽക്കണം തന്നെയാണ് അവരൊക്കെ ഉപദേശിക്കുക. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഇനി മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചാൽ പ്രയാസമായിരിക്കും. എന്താ പറയുക, എല്ലാവരും മാന്യമായിട്ടാ കുടുംബങ്ങളിൽ ജീവിക്കണത്. നിങ്ങളെ മക്കളൊക്കെ നിങ്ങളെ വീട്ടിൽ സമാധാനമായിട്ടല്ലേ ജീവിക്കണത്. അങ്ങനെ തന്നെ ഒരു ജീവിതം ഉണ്ടെങ്കിലേ ബാക്കിലോലും നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഭാര്യ ഉണ്ടാവില്ല. മനസ്സിലായി? ഇതാ നോക്ക്, നിങ്ങൾ എത്രയോ ചെറുപ്പക്കാരാണുങ്ങൾ, എത്രയോ ചെറുപ്പക്കാർ ഡൈവേഴ്സ് ആയിട്ട് പിന്നെ വിവാഹം കഴിയാതെ 34, 35, 39 വയസ്സായ ചെറുപ്പക്കാരുടെ ഇഷ്ടം പോലെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് വിവാഹ സൈറ്റുകളിൽ നിന്ന് കിട്ടും. എന്തേ ഒരു 4 ദിവസം നിൽക്കാൻ പോവും, പിന്നെ ഉണ്ടാവില്ല കല്യാണം, അവിടെ തീർന്നു. വിവാഹമോചനം നടത്താനൊക്കെ എളുപ്പമാണ്. ഇപ്പൊ എന്താ അറിയോ, ശരിക്കൊരു മാറ്റത്തിനെ പറ്റി ചിന്തിക്കണം. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടിക്ക് മാന്യമായൊരു ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച് ഇനി നമ്മുടെ വീടുകളിൽ ചിന്തിച്ചില്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് എണ്ണം കണക്കുണ്ടാവില്ല. ഞാനിപ്പോൾ എന്താ പറയണോ, നിങ്ങൾ മാറ്റം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. ആ മാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നാണ്. ഇപ്പോ പെൺകുട്ടികളൊക്കെ എന്താ പറയാ, നിങ്ങൾ ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്നാ പറയും. എന്താണ് ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരു പെൺകുട്ടി ചോദിച്ചു നോക്ക്. നമ്മളൊക്കെ ചോദിച്ചു അവരെന്താ മറുപടി പറയാറ്, നിങ്ങൾ അതെ ഇല്ലെങ്കിൽ അയാളെ അടിമത്തത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ആണ് അതിന് മറുപടി. ഭർത്താവിന്റെ അടിമത്തത്തിൽ ജീവിക്കാതിരിക്കാൻ എനിക്കൊരു ജോലി വേണമെന്നാണ്. ജോലി നേടുന്നതിനല്ല നമ്മുടെ എതിരല്ല, പക്ഷെ ആ മനസ്സെന്താണ് അറിയുന്നത്, ആ മനസ്സെന്താ വെച്ചാൽ എന്ത് ചെയ്യണം, എന്തിനു നമ്മൾ അയാളെ മൈൻഡ് ചെയ്യണം, നമുക്ക് ശമ്പളം ഇല്ലേ എന്നാണ് ആ മൈൻഡ്. എങ്ങനെ ഈ കാര്യം ആ കുടുംബജീവിതങ്ങൾ ആലോചിക്കുന്നത്, എനിക്ക് ഇയാളെ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എനിക്ക് മാസത്തിൽ ശമ്പളം ഉണ്ട്, എനിക്കിപ്പോൾ ഒരു പർദ്ദ വാങ്ങാനോ മാക്സി വാങ്ങാനോ ഒന്നും ഇപ്പോൾ ഇയാളെ പിന്നാലെ നടക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാറ്റി നിർത്തി ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത്.
ജോലി ഇല്ലെങ്കിൽ കല്യാണം വേണം. പണ്ടൊക്കെ ആണുങ്ങളാ പറയുന്നത് ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാതെ. ഇപ്പൊ പെൺകുട്ടികൾ പറയണതാണ് PG കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് എനിക്ക് വിവാഹം വേണ്ടു എന്നാ പറയണത്. ആലോചിക്കുന്ന ചിന്താഗതികളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ആലോചിക്കണം. ഒരു പെൺകുട്ടി ശരിക്കൊരു കുടുംബ ജീവിതത്തിൽ അവൾക്ക് എന്തിനാണ് ഒരു ജോലി? അവൾക്ക് ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ പണം എവിടെയും ചെലവഴിക്കേണ്ടി വരില്ല. കാരണം ഒരു ഭർത്താവ് സമ്മതിക്കൂല. അവളുടെ ഒരു ആവശ്യം, നിന്റെ ഒരു ആവശ്യം നിർവഹിക്കണമെങ്കിൽ ഞാൻ പൈസ തരുന്ന, എനിക്ക് എന്റെ കാര്യത്തിൽ പൈസ തന്നാലും നിന്റെ കാര്യം ഞാനേ ചെയ്യും. അങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവിന്റെ ഭാഗത്ത് അതേ ഉണ്ടാവുള്ളൂ. അത് അയാളുടെ അവകാശമാണ്. അവളെ കാര്യങ്ങൾക്ക് പണം കൊടുക്കുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. മനസ്സിലായി? എന്നാൽ ഇന്നിപ്പോ സമൂഹത്തിൽ ആ ചിന്താഗതികൾ എന്ത് ചെയ്യാണ്? മാറി വരികയാണ്. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ. ഞാൻ പറയുന്നത് ഒരു ഉദാഹരണമാണ്. പിന്നെ വാപ്പാനി മനി നോക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾ പഴയ മെന്റാലിറ്റി അല്ല, അത് മാറി. ഇപ്പൊ എന്താ പറയുക? വാപ്പാക്കും ഉമ്മാക്കും എന്ത് ചെയ്യണം? ഓർക്ക് ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് നമ്മൾ തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കരുത്. നമ്മൾ തന്നെ കൂടെ ഉണ്ടാണെന്ന് വാശി പിടിക്കരുത്. നമ്മളൊരു ഹോം നേഴ്സിന് വെക്കും, ശമ്പളം നമ്മൾ കൊടുക്കും, നിങ്ങൾക്ക് ഭക്ഷണ സമയത്ത് കിട്ടും, നിങ്ങളെ കുളിപ്പിക്കും, ബാത്റൂമിൽ കൊണ്ടുപോകും, നിങ്ങൾ നമ്മൾ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. എന്ന് പറഞ്ഞാൽ വാപ്പക്കും ഉമ്മക്കും വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു കോംപ്രമൈസ്, ഒരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റിനും റെഡിയല്ല എന്നാണ് മക്കൾ പറയുന്നത്. പുതിയ ചിന്താഗതിയിലേക്ക് എന്താ പറയാൻ കാരണം? നിങ്ങൾ തലമുറകൾ മാറി വരികയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കുട്ടികളെ എന്താണ് പാല് കുടിക്കേണ്ട കുട്ടികളെ വീട്ടിലിട്ടിട്ടാണ് പോണത്. പാല് കുടിക്കേണ്ട കുട്ടികളെ വീട്ടിലിട്ടാണ് പോണത്. 13 വയസ്സായ ഒരു പെൺകുട്ടി ഇപ്പൊ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഡിപ്രഷനൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു എൻ്റെ ഉമ്മാനോട്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഈ കുട്ടിനെ പ്രസവിച്ച ഉടനെ എന്ത് വെച്ചാൽ സ്കൂളിൽ ജോലി കിട്ടി. ആ കുട്ടിനെ ഇവിടെ ഇട്ടിട്ട് ഏതോ നാട്ടിലെ ജോലി ഇട്ടി. ആ പാല് കുടിക്കുന്ന കുട്ടീനെ എന്ത് ചെയ്തു? ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. പക്ഷെ അന്ന് ആ കുട്ടിനെ മാറ്റി നിർത്തിയതിന്റെ മാനസികാഘാതം കുട്ടിക്കൊരു കൗമാര പ്രായം എത്തിയപ്പോഴാണ് കുട്ടിയിൽ പ്രകടമാകാൻ തുടങ്ങിയത്. ഇപ്പോഴാ പ്രകടമാകണേ. അപ്പോ എന്താ ഭർത്താക്കന്മാരെന്താ ഉപദേശിക്കുന്നത്? കുട്ടികളെ എങ്ങനെ അടുത്ത് പിടിച്ച് അങ്ങനെ നടക്കരുത്. കുട്ടികളെ കുറച്ച് അകലെ നിർത്തിയാലേ ഒരു സ്വയം പര്യാപ്തരാവുള്ളൂ ആണ്. കുട്ടികളെ എങ്ങനെ ഒപ്പം കൊണ്ടിടന്നാല് അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാവില്ല. കുട്ടികളെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചങ്ങള്? ഉമ്മ കൊടുക്കേണ്ട അത് 5 വയസ്സ് വരെ ആ കുട്ടിന്റെ കൂടെ ഉമ്മ വേണം. എങ്കിലും ആ കുട്ടിക്ക് മരണം വരെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റുള്ളൂ. അത് പിന്നൊരിക്കൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. അത് പിന്നൊരു കാലത്ത് അതൊരിക്കലും ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യൂല, പറ്റൂല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഉമ്മമാരുടെ സാന്നിധ്യമില്ലാതെ വളരുന്ന കുട്ടികൾ ഇനി എന്താ ഭാവി പറയാരങ്ങള്? വാപ്പാക്കും പാക്കും മുന്നോട്ട് പോയാൽ പോരെ, അവർക്ക് ചെലവ് കിട്ടിയാൽ പോരെ, ചോറ് കിട്ടിയാൽ പോരെ, നമ്മളെന്നെ കൊടുക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അതെന്നെ നമ്മളെ കുട്ടികളെ കാര്യം ചെയ്യണത്. എന്താ കുട്ടിക്ക് എന്തെങ്കിലും ഉമ്മല്ലേ അവിടെ? ഉമ്മല്ലേ അവിടെ? വല്യമ്മല്ലേ അവിടെ? ഇവർക്ക് നോക്കണില്ല. ഞാൻ നോക്കണേക്കാളും നോക്കും ഉമ്മ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്നാ ചോദിക്കുക. നോക്കലൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താ അറിയോ, ആ ഒരു അകലം ജീവിതകാലം മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുതിയ തലമുറ എന്താ ചെയ്യാൻ പോണത്? ഇപ്പാക്കും മകും എന്താ കുറവ്? എന്തിന്റെ കുറവാ പോയിട്ടുള്ളത്? ഞാന് പിന്നെ 40,000 റുപ്യ കൊടുക്കണത് ഹോം നേഴ്സിന് മാസത്തിൽ. അവിടെ പനി നോക്കാനായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് പുതിയ തലമുറ എന്താണ് തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടത് സുഹൃത്തുക്കളെ? നമ്മൾ ശരിക്കും ആ ഇസ്ലാമികമായിട്ടുള്ള ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ തലമുറ മാറും. സത്യം പറയുകയാണെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിരാന്ന് ആരോ പറഞ്ഞാൽ ഒരു പ്രശ്നം കുറയുന്നുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും, പ്രശ്നമില്ലാത്ത കുടുംബങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിടത്ത് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബ സമ്മേളനം നടത്തുന്നത്. വിഷയമില്ലാതെ നടത്തല്ല. എല്ലാ ജില്ലയിലും ഫാമിലി കോൺഫറൻസ് എന്ന് വെച്ചാൽ ഫാമിലിയിലാണ് പ്രശ്നം, ഫാമിലിയിലേ പ്രശ്നമുള്ളൂ. എല്ലാ ദിവസവും ഒരു കൗൺസിലിങ്ങിന് വേണ്ടി എത്ര ആളുകളാണ് വിളിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കണമെങ്കിൽ ഇവിടുത്തെ എത്ര ആളുകളെ വിളിക്കണ്ടായിരിക്കും. ഇപ്പൊ ഇന്നൊരു കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യാണ്.
സത്യം പറയുകയാണെങ്കിൽ ഇനി തുടങ്ങാവുന്ന ഏറ്റവും നല്ല ബിസിനസ് കൗൺസിലിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ആളുകൾ അതിന് ആവശ്യക്കാരായിട്ട് സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. കുടുംബം മാറി വരണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം, നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഇതിപ്പോൾ നമ്മുടെ ഒരു സംഘടിപ്പിക്കപ്പെട്ട ഒരു കുടുംബ സമ്മേളനമാണ്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു കുടുംബ സമ്മേളനം ഈ ഒരു സമ്മേളനത്തിലും അവസാനിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണില്ല. ശരിക്കും എന്ത് ചെയ്യണം, മക്കളെ വളർത്തുന്ന കാര്യത്തിലും നമ്മുടെ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കൊക്കെ അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകുന്ന കാര്യത്തിലൊക്കെ എന്ത് ചെയ്യണം, ഇനി നമ്മൾ നല്ല ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ നമ്മുടെ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ ആൺകുട്ടികളുടെ സെഷനിൽ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ നേരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുലാമന്തോൾ നടന്ന ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചവർ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ. ബാക്കിയൊക്കെ കല്യാണം കഴിക്കാത്തവരാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 1/2 മണിക്കൂർ ക്ലാസ് എടുത്തു, ബാക്കി 1.5 മണിക്കൂർ ഒരു സംശയങ്ങൾ ചോദിക്കുക ചെയ്തു. ഞാൻ പറഞ്ഞ ആ സംശയങ്ങൾക്കൊക്കെ മറുപടി കിട്ടാതെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കൊക്കെ നമ്മളെ പെൺകുട്ടികളെ കൊടുത്താൽ നമ്മളെ പെൺകുട്ടികളെ ജീവിതം പോകുന്നതായി മനസ്സിലാക്കുക. ഞാൻ ഓരെ പറ്റി മോശം പറയാനല്ല, ഞാൻ പറഞ്ഞ 1/2 മണിക്കൂർ ക്ലാസ് കൊടുത്തിട്ട് 1.5 മണിക്കൂറത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ ആ ചെറുപ്പക്കാർ നാളെയും മറ്റന്നാളൊക്കെ കല്യാണം നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കൊന്നും കുടുംബജീവിതത്തെക്കുറിച്ചോ ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചോ ഒരന്തമില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിനൊന്നും മറുപടി കിട്ടാത്തവർക്ക് നമ്മളെ പൊന്നോമന മക്കളെ കൈ പിടിച്ച് കൊടുത്താൽ നാളെ കണ്ണീരാവും എന്നാണ്. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. ആണുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഞമ്മക്കൊരു മരുവൻ വരുമ്പോൾ ഓനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മനസ്സിലേ? എല്ലാ മരുമക്കളാകാൻ പോകുന്ന മുഴുവൻ ചെറുപ്പക്കാർക്കും അതിൻ്റെ അറിവ് കൊടുത്തേ പറ്റൂ. അതല്ല, കാരണം പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലെങ്കിലും കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പെണ്ണുങ്ങളാണ് സഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഹിച്ചാൻ പോയിക്കോളും. ഈ ഭർത്താവ് ഒന്നും തിരിയാത്ത ഒരു അന്തമില്ലാത്ത ഒരാളാണെങ്കിലും അവിടെ എന്തൊക്കെയാണോ അതൊക്കെ അനുഭവിച്ചിട്ടാണ് ജീവിക്കാനാണ് തീരുമാനിച്ചിട്ടാണ് പണ്ടത്തെ കാലം. ഇന്നത്തെ കാലം അങ്ങനെ അല്ല എന്നുള്ളത് എന്താണ് മക്കളുള്ളവരും കല്യാണം കഴിക്കുന്നവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയും അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിലേ നിലനിന്ന് പോകുള്ളൂ, അല്ലെങ്കിൽ ഒഴിവില്ലാറിനങ്ങാട്ട് ഇറങ്ങിപ്പോരും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണം, നല്ലോണം മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇവരെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച എന്താ നിങ്ങൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളെ മൊത്തത്തിൽ എടുക്കുമ്പോൾ എന്താ അറിയോ, ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ ഓല് നമ്മോട് ചോദിക്കുക ചെയ്യുന്നത് കൗൺസിലിങ്ങിലും. ആ ക്വസ്റ്റ്യൻ എപ്പോഴാണ് ചോദിക്കുന്നത്? നിങ്ങൾ 10 കൊല്ലം കുടുംബജീവിതം നയിച്ചിട്ട് പിന്നെയാണ് ചോദിക്കുന്നത്. ചിലവർ 20 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കുന്നത്, ചിലവർ 30 കൊല്ലം കഴിഞ്ഞ് ചോദിക്കുന്നത്, ചിലവർ ഇതൊന്നും ചോദിക്കാതെ മരിച്ചു പോവുകയാണ്. മനസ്സിലെ? ആണിനും പെണ്ണിനും ജീവിതമല്ലാതെ മരിച്ചു പോവാണ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ നാട്ടുകാരെ മുന്നിൽ ജീവിക്കണമെന്നല്ലാതെ അതിൻ്റെ യാതൊരു അനുഭവവും ഇല്ലാതെ അവരൊക്കെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങളെ ഉമ്മാൻ്റെ വയറ്റിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ്. ഒന്നും അറിയില്ല. ഒന്നും അറിയാത്ത മനുഷ്യൻ പഠിച്ചതും അറിഞ്ഞതും മാത്രമേ അവന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിപ്പിക്കുകയും അറിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനൊന്നും കിട്ടൂല. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ സ്വകാര്യതകളൊന്നും ആരും ആരോട് ചോദിക്കൂല. അപ്പം അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതറിയാതെ ജീവിച്ച് ദാമ്പത്യത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാതെ എന്ത് ചെയ്യുന്നറിയോ, ധാരാളം കുടുംബങ്ങൾ അവസാനിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു തിരിച്ചറിവിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മളെ മക്കൾക്ക് വിവാഹത്തിൻ്റെ മുമ്പ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ലൊരു വിവാഹ കാഴ്ചപ്പാട് കൊടുത്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. ഈ ഫാമിലി കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു 750 റുപ്യ ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 750 റുപ്യ ഫീസ് കൊടുക്കണത് ആലോചിച്ചിട്ട് കുറേ ആൾക്കാർ അതിലെന്ത് രജിസ്റ്റർ ചെയ്യാതെ പോയി. 750 റുപ്യൻ്റെ കുറച്ച് വലിയ സംഖ്യ തന്നെയാണ് ഒരു ദിവസത്തേക്ക് വരുമ്പോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എന്നാൽ പോലും ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ഹാളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ചിലവ് വരും. പക്ഷെ അവിടെ നിന്ന് ആലോചിക്കും, നിങ്ങൾ ഈ 750 റുപ്യ ഒരു കൗൺസിലിങ്ങിന് പ്രീ മെരിറ്റൽ കോഴ്സിന് കൊടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർ പിന്നെ
പ്രശ്നങ്ങളാവുമ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്താ പറയാറ്, ഇവിടുത്തെ ലോഡ്ജിൽ ഒരാഴ്ച വന്ന് താമസിക്കുക, എപ്പോഴാണ് ഒഴിവുള്ള വെച്ചാൽ ഞങ്ങൾ വിളിച്ചാൽ മതി എന്നാണ്. വേറൊരാൾ എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് ഒരാഴ്ച ഇവിടെ വന്ന് താമസിക്കുക ലോഡ്ജ് എടുത്തിട്ട് ഒരു മണിക്കൂറിന് ഇപ്പോൾ 1,00,000 റുപ്യ എന്ന് പറഞ്ഞാലും ഓല് തരാൻ റെഡിയാണെന്ന്. ഈ ആൾക്കാർക്കാണ് എന്താ പറയുക, ഈ കുട്ടിയേക്ക് ഈ കല്യാണത്തിൻ്റെ മുന്നേ ഒന്ന് ഇരുത്തി ഒരു ദിവസത്തെ ഒരു കോഴ്സ് കൊടുക്കുമ്പോൾ ഒരു 750 റുപ്യ അറിയുമ്പോൾ ഓർക്കൊക്കെ ബേജാറാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിത് മോശമായിട്ട് പറയില്ല, എല്ലാവരും ആലോചിക്കേണ്ടതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാനാണ്. നമ്മളിങ്ങനെ ഒരു പോക്കാണ് പോയാൽ എവിടെ നമ്മൾ എത്തൂല. ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും, കുടുംബ പരാജയങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒന്ന് മുൻകൂട്ടി എന്താണ്, നമുക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കും 20 കൊല്ലം കഴിഞ്ഞവർക്കും ഒന്നും കൂടെയൊക്കെ നന്നായി ജീവിക്കാൻ പറ്റും എന്നാൽ ഒന്നും കൂടെയൊക്കെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും നമുക്കൊക്കെ. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ വിവരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവ് തന്നെ കുറച്ചും കൂടെയൊക്കെ അനുഭവിച്ച് പോകാൻ പറ്റും. ഇത് അറിയലൊരു ആവശ്യമാണ്. അത് നമുക്ക് ഏതായാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിവ് കൊടുത്തിട്ട് അവരെ വിവാഹത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തൽ. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും കിട്ടിയ ഒരു സന്ദർഭത്തിൽ പറയാവുന്നതൊക്കെ ഏകദേശം ഈ സമയപരിമിതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പീസ് റേഡിയോ ഉണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ പിന്നെ ഈ ലൈവ് ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ് ലൈവാണ്, ഓൺലൈൻ ലൈവ്. കൗൺസിലിങ്ങിൻ്റെ ആവശ്യക്കാർ കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്യമായിട്ടാണ് കൗൺസിലിങ്. ആളെ പറയില്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ തന്നാൽ നമ്മളതിന് മറുപടി പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒഴിവുണ്ടാവുകൾ കേൾക്കുക, നിങ്ങളെ മക്കളെയൊക്കെ ഒന്ന് കേൾപ്പിക്കണം നല്ലതാണ്. ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് ചെന്ന് കേൾക്കണം നല്ലതാണ്. അതേപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും നടക്കുന്നുണ്ട്. അത് പെൺകുട്ടികൾക്ക് +2 കുട്ടികൾക്ക് വിഷൻ എന്നൊരു പ്രോഗ്രാം എല്ലാ വർഷവും നടക്കലുണ്ട് 3-4 ദിവസത്തിൽ. അവിടെ പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും അതിൽ കൊടുക്കും. നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന പരിപാടികൾ പങ്കെടുപ്പിക്കണം. പ്രൊഫൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് പ്രൊഫഷണലായ ആളുകൾക്ക് വേണ്ട ക്യാമ്പായിരുന്നു. ധാരാളം ആളുകൾ അതിൻ്റെ ഫീഡ്ബാക്കിൽ അവരെ കുടുംബജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പകൽ കൊണ്ട് അവർ കൊടുത്ത ക്ലാസ്സിൽ നിന്ന് അവർക്കൊരു കുടുംബജീവിതം മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ നാം ആലോചിക്കണം, വളരെ വലിയ മാറ്റം ഈ കേൾവി കൊണ്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പല പുരുഷന്മാരും ഇതിലേക്ക് വന്നത് ഭാര്യമാരെ കൊണ്ടുവരാതെയാണ്. എന്തെങ്കിലും ചെറിയ പണി വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തിയാ അത് ഇവിടെ നിന്നോ ഞാൻ പോയി തരാതെ, നമുക്ക് സൗകര്യം അതാണ്, വേഗം വന്ന് ബേക്കുമ്പോൾ കയറി പോകാൻ അതാണ് നല്ലത്. ഇന്ന് സഹോദരങ്ങളെ, നമ്മൾ ഈ പോണ കൂട്ടത്തിൽ എന്തായാലും അവൾ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധം പിടിച്ച് ഒരു അരമണിക്കൂർ കേട്ടാൽ നമുക്ക് തന്നെയല്ലേ അതിന് ഗുണം. അതൊന്ന് ആലോചിക്കുക. അതേമാതിരി സഹോദരിമാരും ആലോചിക്കുക. എന്തൊക്കെ തിരക്ക് പറഞ്ഞാലും പറയാം, അടുത്ത പിന്നെ ശനിയാഴ്ച നമ്മുടെ ഒരു ഫാമിലി സംഘമുണ്ട്. നീ എന്ത് തിരക്കും എന്ത് കച്ചവടം ഉണ്ടെങ്കിലും അന്നാണ് ഒഴിവാക്കിയിട്ടളിന്ന് നേരത്തെ പറഞ്ഞാൽ അയാൾ ഒഴിവാക്കിയിടും. ഇപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ പോരില്ല എന്നുണ്ടാവുള്ളൂ. അവിടെ ഇങ്ങനത്തെ ചില പരിപാടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും, കൊണ്ടുപോയാൽ അതിൻ്റെ ഗുണം നമുക്കാണ്, കൊണ്ടുപോയില്ലെങ്കിൽ അതിൻ്റെ ഇടങ്ങേറും നമുക്ക് തന്നെയാണ് വരിക എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറ്. അവിടെ ഇതൊക്കെ ആർക്കെങ്കിലും വെച്ച് നടത്തണമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമുക്കൊക്കെ ഓരോരുത്തർക്കും വെച്ച് നടത്തുന്നത് തന്നെയാണ്. അതിൻ്റെ ഗുണം നമുക്ക് ഓരോരുത്തർക്കുമാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ ഞാൻ ദീർഘിച്ച് പറയണില്ല. നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് എന്ത്, പടച്ചോൻ എൻ്റെ മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് എനിക്കൊരു സന്തോഷം തരണേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് നരകരക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന കാര്യം. അതിങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ചോദിക്കുന്നതിനോടൊപ്പം അത് ആകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കൂടെ നമ്മൾ പരിശ്രമിച്ചെങ്കിലേ അത് അള്ളാഹു നമുക്ക് തരുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. ശരിയായൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനും നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം നൽകാനും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും വിപുലമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള സംഗമങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രവർത്തകർക്കും നേതൃത്വത്തിനും സാധിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.